വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന വ്യാജേനെ സമൂഹമാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ട് പണം തട്ടുന്ന വിരുദ്ധന്മാർ സജീവമാകുന്നു. ടെലഗ്രാം, വാട്സപ്പ് എന്നിവയിലൂടെ പരസ്യ കമ്പനിയുടെ പ്രതിനിധി എന്ന വ്യാജേനയാകും തട്ടിപ്പുകാർ ബന്ധപ്പെടുന്നത്. ഹോട്ടലുകൾക്ക് റേറ്റിംഗ് നൽകിപ്പിച്ച് ചെറിയ തുക നൽകി വിശ്വാസം പിടിച്ചുപറ്റിയ ശേഷം വലിയ തുകകൾ നിക്ഷേപമായി സ്വീകരിച്ച് തട്ടിപ്പ് നടത്തുകയാണ് ഇവരുടെ രീതി. ഓൺലൈൻ ട്രേഡിംഗിനാണെന്ന് വ്യാജേനയാകും പണം നിക്ഷേപമായി സ്വീകരിക്കുന്നത്. എന്നാൽ വാഗ്ദാനത്തിൽ വിശ്വസിച്ച് പണം നൽകുന്നവർ വലിയ തട്ടിപ്പിനാണ് ഇരയാകുന്നത്. സമാനമായ തട്ടിപ്പാണ് അവലുക്കുന്ന് സ്വദേശിനിയായ യുവതിക്കും സംഭവിച്ചത്. ഹോട്ടലുകൾക്ക് റേറ്റിംഗ് നൽകി വീട്ടിലിരുന്ന് പണം സമ്പാദിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇവരിൽ നിന്ന് 2.91 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാൾ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലായത്. ഡൽഹി സ്വദേശി കപിൽ ഗുപ്തയെയാണ് ആലപ്പുഴ സൈബർ ക്രൈം പോലീസ് സൗത്ത് ഡൽഹിയിലെ സൺലൈറ്റ് കോളനിയിൽ നിന്ന് പിടികൂടിയത്. 2023 ഓഗസ്റ്റ് 23-നാണ് പരാതിക്കാരിയുടെ വാട്സപ്പിലേക്ക് ഓൺലൈനിലൂടെ പണം സമ്പാദിക്കാമെന്ന സന്ദേശം എത്തുന്നത്. MBBI എന്ന പരസ്യ കമ്പനിയുടെ പ്രതിനിധി എന്ന വ്യാജേനയാണ് പ്രതി പരാതിക്കാരിയെ വാട്സാപ്പിൽ ബന്ധപ്പെട്ടത്. ഓൺലൈൻ ടാസ്ക് എന്ന പേരിൽ ഹോട്ടലുകൾക്ക് റേറ്റിംഗ് നൽകി പണം സമ്പാദിക്കാമെന്ന് ഇയാൾ പരാതിക്കാരിയെ വിശ്വസിപ്പിച്ചു. ഹോട്ടലുകൾക്ക് റേറ്റിംഗ് നൽകിച്ച ശേഷം ചെറിയ തുകകൾ പ്രതിഫലം നൽകി പരാതിക്കാരിയുടെ വിശ്വാസം പിടിച്ചുപറ്റുകയായിരുന്നു. തുടർന്ന് ടെലിഗ്രാം ലിങ്ക് അയച്ചുകൊടുത്ത് പരാതിക്കാരിയെ ഒരു ഗ്രൂപ്പിൽ അംഗമാക്കിയ ശേഷം ട്രേഡിംഗിനായി പണം നിക്ഷേപിച്ചാൽ പണം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പിന്നീട് നിക്ഷേപത്തിന്റെ പേരിലും മറ്റ് കാരണങ്ങൾ പറഞ്ഞും കപിൽ ഗുപ്തയുടെ പല തവണകളായി ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയപ്പിച്ചു. ഇങ്ങനെ 7 ഇടപാടുകളിലായി 2.91 ലക്ഷം രൂപയാണ് പരാതിക്കാരിക്ക് നഷ്ടമായത്. ഒരാഴ്ചയുടെ കാലയളവിലാണ് ഇത്രയും തുക പ്രതി തട്ടിയെടുത്തത്. പലതവണ നിക്ഷേപ തുകയും ലാഭവിഹിതവും ആവശ്യപ്പെട്ട് ഇയാളെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കാര്യമുണ്ടായില്ല. ഇതോടെയാണ് തട്ടിപ്പിനെപ്പറ്റി പരാതിക്കാരി തിരിച്ചറിയുന്നത്. 2023 നവംബർ 24-നാണ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നത്. തുടർന്ന് IPC 1860-ലെ 419, 406, 403, 420 വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ 66D വകുപ്പുകൾ ചുമത്തി സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കേസിൽ അന്വേഷണം പൂർത്തിയാക്കി ആലപ്പുഴ CJM കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. സമൻസ് അയച്ചെങ്കിലും പ്രതി ഹാജരാക്കാത്തതിനാൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ഇതേ തുടർന്ന് SI R പത്മരാജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഡൽഹിയിലെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തു. അതേസമയം കേസിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. തട്ടിപ്പിൽ കൂടുതൽ പ്രതികൾ പങ്കാളികളായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്.